ഹായ് ഫ്രണ്ട്സ്, ജംബു ഹോസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളായിട്ട് ഡിസ്കസ് ചെയ്തത് നെറ്റ്വർക്കിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു അല്ലേ. 2-3 ക്ലാസ്സുകളായി നെറ്റ്വർക്കിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ക്ലാസ് തന്നെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് നെറ്റ്വർക്ക് ടോപ്പോളജിയെക്കുറിച്ചാണ്. എന്താണ് ഒരു നെറ്റ്വർക്ക് ടോപ്പോളജി എന്ന് പറഞ്ഞാൽ, എത്ര ടൈപ്പ് നെറ്റ്വർക്ക് ടോപ്പോളജി ഉണ്ട് എന്നുള്ളതാണ്. നെറ്റ്വർക്ക് ടോപ്പോളജി എന്ന് പറയുന്നത്, നെറ്റ്വർക്ക് ടോപ്പോളജി ഈസ് ദ സ്കീമാറ്റിക് ഡിസ്ക്രിപ്ഷൻ ഓഫ് എ നെറ്റ്വർക്ക് അറേഞ്ച്മെൻറ്റ് കണക്റ്റിംഗ് വേരിയസ് നോഡ്സ്. നോഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെൻഡ് ചെയ്യുന്ന ആളാകാം, റിസീവ് ചെയ്യുന്ന ആളാകാം. നമ്മുടെ നെറ്റ്വർക്കിൽ ഇരിക്കുന്ന കമ്പ്യൂട്ടറുകളെ പറയുന്ന പേരാണ്. ത്രൂ ലൈൻസ് ഓഫ് എ കണക്ഷൻ. ഒരു നെറ്റ്വർക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ഒരു നെറ്റ്വർക്ക് സിസ്റ്റങ്ങൾ നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം എന്നുള്ളൊരു അറേഞ്ച്മെൻറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ടോപ്പോളജി എന്ന് വിളിക്കുക. അപ്പോൾ എനിക്ക് എൻ്റെ ഓഫീസിൽ ലാൻ ഉണ്ടാക്കണം. അപ്പോൾ എനിക്ക് സിസ്റ്റങ്ങളെ എങ്ങനെ കണക്ട് ചെയ്യണം, അതാണ് ടോപ്പോളജിയിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ടോപ്പോളജി ഏതാണ് എന്നുള്ള കാര്യം നോക്കാം. ഒന്നാമത്തെ ടോപ്പോളജിക്ക് പറയുന്ന പേരാണ് മെഷ് ടോപ്പോളജി. മെഷ് ടോപ്പോളജി എന്താണ്? നമ്മുടെ റൈറ്റ് സൈഡിൽ ചിത്രം കൊടുത്തിട്ടുണ്ട് അല്ലേ. ആ ചിത്രത്തിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമുക്ക് മൊത്തം 6 PC ഉണ്ട്. ഓരോ PCയിൽ നിന്നും മറ്റു കമ്പ്യൂട്ടറുകളിലോട്ട് എന്തുണ്ട്? ഓരോ കേബിളുകൾ ഞാൻ വലിച്ചിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുന്നതിനെയാണ് നമ്മൾ മെഷ് ടോപ്പോളജി എന്ന് വിളിക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു PCയിൽ നിന്ന് അടുത്ത PCയിലോട്ട് ഡയറക്റ്റ് കണക്ഷനാണ് ഉള്ളത് അല്ലേ. അപ്പോൾ ഡാറ്റ ട്രാൻസ്മിഷൻ റേറ്റും കാര്യങ്ങളൊക്കെ കൂടുതലായിരിക്കും. അതേപോലെ തന്നെ ഒരു സിംഗിൾ ആയിട്ടുള്ളൊരു കേബിളിന് എന്തെങ്കിലും ഫെയിലിയർ സംഭവിച്ചാൽ ആ നെറ്റ്വർക്കിനെ മുഴുവനായിട്ടും എന്ത് ചെയ്യില്ല, അത് ബാധിക്കില്ല. അപ്പോൾ മെഷ് ടോപ്പോളജി എന്താണെന്ന്, ഇൻ മെഷ് ടോപ്പോളജി ഈച്ച് ഡിവൈസ് ഈസ് കണക്റ്റഡ് ടു എവരി അതർ ഡിവൈസ് ഓൺ ദ നെറ്റ്വർക്ക് ത്രൂ എ ഡെഡിക്കേറ്റഡ് പോയിന്റ് ടു പോയിന്റ് ലിങ്ക്. വെൻ വി സേ ഡെഡിക്കേറ്റഡ്, ഇറ്റ് മീൻസ് ദാറ്റ് ദ ലിങ്ക് ഓൺലി ക്യാരീസ് ഡാറ്റ ഫ്രം ഫോർ ദ 2 കണക്റ്റഡ് ഡിവൈസ് ഓൺലി. ആ ഡെഡിക്കേറ്റഡ് ലൈൻ ഉള്ളത് കൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണ്? ആ ഡാറ്റ അവരുടെ അങ്ങോട്ടുള്ള കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് മാത്രമാണ് ആ കേബിൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ കമ്മ്യൂണിക്കേഷനും ട്രാൻസ്മിഷനും കാര്യങ്ങളൊക്കെ ഈസി ആയിരിക്കും. പക്ഷേ എന്താണ്, ഈ പറയുന്ന കേബിളുകൾ, ഒരുപാട് കേബിൾ വേണ്ടി വരും. അങ്ങനെ ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട് അല്ലേ. ഇപ്പോൾ തന്നെ 6 സിസ്റ്റങ്ങളാണ് ഞാൻ അവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്. ഇതിലിപ്പോൾ ഒരുപാട് കേബിളുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒരു 10-20 കമ്പ്യൂട്ടേഴ്സുകളുടെ നെറ്റ്വർക്ക് ആണെങ്കിൽ നമുക്കവിടെ ഒരുപാട് കേബിളുകൾ എന്ത് ചെയ്യേണ്ടി വരും? യൂസ് ചെയ്യേണ്ടതായിട്ട്. രണ്ടാമത്തെ ടോപ്പോളജിയാണ് സ്റ്റാർ ടോപ്പോളജി. സ്റ്റാർ ടോപ്പോളജിയാണ് നമ്മൾ നേരത്തെ നമ്മുടെ വീഡിയോകളിലൊക്കെ ഡിസ്കസ് ചെയ്ത ലാനിനെ കുറിച്ച് പറയുമ്പോൾ സെൻറ്ററിൽ ഞാൻ സ്വിച്ച് എന്ന് പറയുന്നൊരു ഡിവൈസ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. എല്ലാ PCകളും ഒരു സെൻട്രലൈസ്ഡ് ഡിവൈസ് ആയിട്ടുള്ള സ്വിച്ചിന് മുമ്പ് ഉപയോഗിച്ചിരുന്ന ഹബ്ബായിരുന്നു. ഹബ്ബും സ്വിച്ചും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നൊക്കെ നമ്മൾ വരും ക്ലാസ്സുകളിൽ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ സ്വിച്ചാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ എല്ലാ ഡിവൈസുകളും ഒരു സെൻട്രലൈസ്ഡ് ഡിവൈസിലോട്ട് സ്വിച്ചുമായിട്ട് കണക്ട് ചെയ്യുന്ന ഇങ്ങനെയുള്ള അറേഞ്ച്മെൻറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കാറുള്ളത്? സ്റ്റാർ ടോപ്പോളജി എന്ന് വിളിക്കാറുള്ളത്. അടുത്ത ടോപ്പോളജി എന്താണെന്ന് നോക്കാം. അടുത്തത് ബെസ്റ്റ് ടോപ്പോളജിയാണ്. ബെസ്റ്റ് ടോപ്പോളജി നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, ഒരു മെയിൻ കേബിൾ ഉണ്ട്. ആ സെൻട്രലിൽ ഇട്ടിരിക്കുന്ന കേബിൾ, നമുക്ക് അതിനെ ബാക്ക് ബോൺ കേബിൾ എന്ന് വിളിക്കാം. ആ കേബിളിൽ നിന്ന് ഓരോ ലൈനുകൾ വലിച്ചിരിക്കുകയാണ്. അതിന് നമുക്ക് ഡ്രോപ്പ് ലൈൻ എന്ന് വിളിക്കാം. അങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു അറേഞ്ച്മെൻറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ബെസ്റ്റ് ടോപ്പോളജി എന്ന് വിളിക്കുക. ഇപ്പോൾ നേരത്തെ നമ്മൾ സ്റ്റാർ ടോപ്പോളജിയിൽ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, ആ സെൻട്രലിരിക്കുന്ന ഡിവൈസുകൾ ഡാമേജ് ആയി കഴിഞ്ഞാൽ, സ്വിച്ച് ഡാമേജ് ആയി കഴിഞ്ഞാൽ ആ നെറ്റ്വർക്ക് മുഴുവനായിട്ടും എന്താകും? തകരാറ് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് അല്ലേ. മെഷ് ടോപ്പോളജിയിൽ അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഒരു സിംഗിൾ കേബിൾ ഫെയിലിയർ ആ നെറ്റ്വർക്കിനെ മുഴുവനായിട്ടും എന്ത് ചെയ്യില്ലായിരുന്നു? ബാധിക്കില്ലായിരുന്നു. ബെസ്റ്റ് ടോപ്പോളജിയിൽ എന്താണ്? നമ്മൾ സെൻട്രലൊരു ബാക്ക് ബോൺ ഉണ്ട്. അവിടുന്ന് നമ്മൾ ഡ്രോപ്പ് ലൈനാണ് വലിക്കുന്നത്. നമ്മുടെ ബാക്ക് ബോണിന് എന്തെങ്കിലും തകരാറ് സംഭവിച്ചാൽ നെറ്റ്വർക്ക് മുഴുവനായിട്ടും ഡാമേജ് ആവാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല, ആ പറയുന്ന ബാക്ക് ബോൺ കേബിളിലൂടെ മൾട്ടിപ്പിൾ ഡാറ്റകൾ ട്രാൻസ്മിറ്റ് ചെയ്യേണ്ട അവസ്ഥ വരും. ഒരേ സമയത്ത് ഒന്നിൽ കൂടുതൽ ഡാറ്റകൾ ട്രാൻസ്മിറ്റ് ചെയ്യേണ്ട അവസ്ഥ വരും. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കും? ട്രാഫിക് പോലുള്ള കാര്യങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ നമ്മൾ സിസ്റ്റങ്ങൾ അറേഞ്ച് ചെയ്യുന്ന രീതിയാണ് നമ്മൾ ബെസ്റ്റ് ടോപ്പോളജി എന്ന് പറയുക. നമുക്ക് അടുത്ത ടോപ്പോളജി എന്താണെന്ന് നോക്കാം. അടുത്ത ടോപ്പോളജി ഹൈബ്രിഡ് ടോപ്പോളജിയാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ട സ്റ്റാർ ടോപ്പോളജിയോ അല്ലെങ്കിൽ മെഷ് ടോപ്പോളജിയോ അങ്ങനെ ഏതെങ്കിലും 2 ടോപ്പോളജികൾ, അല്ലെങ്കിൽ റിംഗ് ടോപ്പോളജി എന്ന് പറഞ്ഞ ടോപ്പോളജി ഉണ്ട്. ഇപ്പോൾ റൈറ്റ് സൈഡിലായിട്ട് ഏറ്റവും അറ്റത്ത് കാണുന്നതാണ് സിസ്റ്റങ്ങൾ റൗണ്ട് ഷേപ്പിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന കണ്ടില്ലേ, ഏറ്റവും റൈറ്റ് സൈഡിലുള്ള പിക്ചർ. അതിനെ റിംഗ് ടോപ്പോളജി എന്ന് വിളിക്കുക. അപ്പോൾ അങ്ങനെയുള്ള ഒന്നിൽ കൂടുതലുള്ള ടോപ്പോളജികളെ മിക്സ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുക? ഹൈബ്രിഡ് ടോപ്പോളജി എന്ന് വിളിക്കുക. ഇതാണ് ട്രീ ടോപ്പോളജി. ട്രീ എന്ന് പറഞ്ഞാൽ ഒരു മരത്തിൻ്റെയൊക്കെ ബ്രാഞ്ച് പോലെ
ബ്രാഞ്ച് കണക്കിന് നമ്മൾ സിസ്റ്റങ്ങൾ അറേഞ്ച് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുക, ട്രീ ടോപ്പോളജി എന്ന് വിളിക്കുക. അപ്പോൾ ഇങ്ങനെ ഇതിൽ ഒരു ടോപ്പോളജി ഞാൻ വിട്ടുപോയിട്ടുണ്ട്, റിംഗ് ടോപ്പോളജിയാണ്. ഇപ്പോൾ റിംഗ് ടോപ്പോളജിയാണ് ഞാൻ ഈ പറഞ്ഞത്. ഈ റൈറ്റ് സൈഡിലെ ഏറ്റവും ഇതായിട്ട് ഒരു പി സിയിൽ നിന്ന് അടുത്ത പി സിയിലോട്ട്, ഇവിടെ നിന്ന് പിന്നെ അടുത്ത പി സിയിലോട്ട് അങ്ങനെ അറേഞ്ച് ചെയ്യുന്ന ഈ ഒരു ടോപ്പോളജിക്ക് പറയുന്നവരാണ് റിംഗ് ടോപ്പോളജി. ഇങ്ങനെ 5 ടോപ്പോളജിയാണുള്ളത്. അതിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ടോപ്പോളജി എന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടോപ്പോളജി ഏതാണ്, സ്റ്റാർ ടോപ്പോളജിയാണ്. അപ്പോൾ നമ്മൾ എല്ലായിടത്തും എല്ലാ നെറ്റ്വർക്കിംഗ് എല്ലാ സ്ഥാപനവും യൂസ് ചെയ്യുന്ന ടോപ്പോളജിയാണ് ഇത് സ്റ്റാർ ടോപ്പോളജി എന്നുള്ളത്. അപ്പോൾ ഈ ടോപ്പോളജി എന്താണെന്ന് നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞു വെക്കുക. നെറ്റ്വർക്കിൻ്റെ ബേസിക്കലി നമ്മൾ അറിയേണ്ടതാണ്. അപ്പോൾ അതെല്ലാവരും ഒന്ന് അറിഞ്ഞു വെക്കുക. അതുകൊണ്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിച്ചൊന്നും പറയാത്തത്. നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന സ്റ്റാർ ടോപ്പോളജിയാണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമുക്ക് കൂടുതലായിട്ട് അറിയാനായിട്ടുണ്ടാവുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നായിരുന്നു. നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ തന്നെ നെറ്റ്വർക്കിംഗ് പഠിക്കാൻ താല്പര്യമുള്ള നിങ്ങളുടെ കൂട്ടുകാരിറക്കിയുണ്ട് ഈ ചാനലൊന്ന് അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് മറ്റൊരു ദിവസം പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.